ஹலோ, we are in Emirates Mall, Vox Cinemas. பார்க்க போகிறது தலைவர் படம் கூலி ஃபஸ்ட் டே ஃபர்ஸ்ட் ஷோ. പടത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ വലിയൊരു എക്സ്പെക്റ്റേഷൻ കാര്യങ്ങളൊന്നും ഇല്ലാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും. പടം എൻഗേജിങ് ആണ്, നല്ലൊരു സ്റ്റോറി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ലോകേഷ് സംഭവം എന്നടാ ലോകേഷ് പണി വെച്ചെറുക്ക് അങ്ങനത്തെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ സംഭവങ്ങളൊന്നും വലിയ കാര്യമായിട്ടില്ല. ട്വിസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ലപോലെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറേ ട്വിസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ വില്ലന്മാരുടെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേരെന്നെ കാസ്റ്റ് ചെയ്ത് നമ്മുടെ കന്നഡയിലത്തെയും തെലുങ്കിലത്തെയും ബോളിവുഡ് സൂപ്പർ സ്റ്റാറുകളെയൊക്കെ കാസ്റ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യമുള്ളതായിട്ട് തോന്നില്ല. ചുമ്മാ ഒരു സ്റ്റാർ വാല്യൂ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ളൊരു ഹൈപ്പ് കയറ്റാൻ വേണ്ടി മാത്രം ചെയ്ത പോലെ ഉള്ളൊരു ഫീലാണ് വന്നത്. എടുത്തു പറയേണ്ടത് സൗബിൻ്റെ പെർഫോമൻസ് ആണ്. സൗബിൻ അടിപൊളിയായിട്ടുണ്ട്, നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പിന്നെ രജിത അങ്ങനെ പേരുള്ളൊരു ആർട്ടിസ്റ്റും കൂടെ ഉണ്ടായില്ല, അവരുടെ ഒരു പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അവരും ഒരു മെയിൻ റോളാണ്. പിന്നെ ശ്രുതി ഹാസൻ വെറുപ്പിച്ചിട്ടില്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കൊന്നും സത്യരാജനോ ബാക്കിയുള്ളവർക്കൊന്നും വലിയ കാര്യമായിട്ട് അങ്ങനെ സ്ക്രീൻ സ്പേസ് കാര്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ലോകേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് രജനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ് അല്ല, രജനിക്ക് വേണ്ടി പ്ലാൻ ചെയ്തല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കണ്ടപ്പോൾ അതുപോലെ തന്നെ തോന്നി. ഇത് ഗൂസ് പംസ് മൊമെൻറ്റ്സ് ഒന്നും അങ്ങനെ വലിയൊരു ഗൂസ് പംസ് മൊമെൻറ്റ്സ് ഒന്നുമില്ല, കുഴപ്പമില്ല. എന്നാലും നല്ല അത്യാവശ്യം നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. 1, 2, 3 ഫൈറ്റ് സീനുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ട്വിസ്റ്റുകളൊന്നും കുഴപ്പമില്ല. പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ലൈക്ക് നോർമൽ പടങ്ങളിലെ പോലെ തന്നെ ഉള്ളൊരിത് ഭയങ്കരമായിട്ടൊരു ഹൈപ്പ് കയറ്റുന്ന ടൈപ്പ് മ്യൂസിക് കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല പേഴ്സണലി. പക്ഷേ പടം എൻഗേജിങ് ആണ്, കണ്ടിരിക്കാം. ഇടയ്ക്ക് ചെറിയൊരു 1-2 പോർഷനിൽ കുറച്ച് ലാഗ് വന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മൊത്തത്തിൽ ടോട്ടലി അടിപൊളിയാണ്, കാണാം. പിന്നെ അതേപോലെ ലോകേഷ് പടങ്ങളിലൊക്കെ കാണുന്ന ഒരു പാറ്റേൺ, പഴയ പാട്ടുകൾ വെച്ചിട്ട് അതിൽ ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നൊരു പരിപാടി ഒരുവിധം എല്ലാ പടങ്ങളിലും അതൊരു കുറച്ച് ഇമ്പ്രസീവ് ആയിരുന്നു. പക്ഷേ ഈ പടത്തിൽ വന്നപ്പോൾ വെച്ചുള്ളൊരു പാട്ടും ആ ഒരു ഫൈറ്റും കാര്യങ്ങളും അത്ര ഒരു ഓക്കെയായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ ഇൻട്രോ സീൻസ് ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു പ്രോപ്പർ ഇൻട്രോ ഇല്ലാതെ ഒരു ജസ്റ്റ് നോർമൽ സീൻ പോലെയാണ്. ഒരുവിധം വലിയൊരു ഹൈപ്പൊന്നും ഇല്ലാത്തുള്ള ഇൻട്രോസാണ് എടുത്തിരിക്കുന്നത്, രജനിക്കാണെങ്കിലും നാഗാർജുനയ്ക്കാണെങ്കിലും. അതിനുശേഷം വരുന്ന സീൻസിലാണ് അവരുടെ ഒരു ഹൈപ്പ് കയറ്റുന്ന കുറച്ച് സീൻസ് കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ജനറലി നമുക്ക് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ LCU ആയിട്ടൊന്നും കണക്ഷൻ ഇല്ല, ബാക്കിയുള്ള പടങ്ങളായിട്ട് യാതൊരുവിധ റെഫറൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നോർമൽ ഒരു പടം നല്ല രീതിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് പോയി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് പൈസ മുതലാവും, കണ്ടിറങ്ങി വരാം. കണ്ടു നോക്കുക എല്ലാവരും, കണ്ടു നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയുക.